ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. എന്നോടൊരു 3-4 കുട്ടികളായി വാട്സപ്പിൽ ചോദിക്കുന്നു, അമ്മേ ചെരുപ്പ് നമ്മളെ വീടിന്റെ ഏത് ഭാഗത്ത് ഇടണം എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ സംശയമാണ്. മക്കളെ, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മൾ ഉമ്മർ ഭാഗം കയറി വരുന്നോടത്ത് നേരെ തലയുടെ ചില വീട്ടിൽ ചെരുപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ കയറി വരുന്നവർക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. അത് നെഗറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് ഉമ്മറവാതിൽ തുറക്കുമ്പോഴും ചെരുപ്പ് കണി കാണാൻ നന്നല്ല മക്കളെ. അപ്പൊ നമ്മൾ എപ്പോഴും ചെരുപ്പ് കാണാതെ ഒരു ലേശം വീടിന്റെ മറു ഭാഗത്തേക്ക് വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഉമ്മർത്ത് ഒരിക്കലും ഇടാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ ദർശനം വീടിന് ഓരോ കിഴക്കോട്ട് ദർശനമുള്ള വീടിന് തെക്കോട്ട് ദർശനം, വടക്കോട്ട് ദർശനം, പടിഞ്ഞാറോട്ട് ദർശനം. ഓരോ ദർശനത്തിനും എങ്ങോട്ടാണോ നമ്മളെ വീട് നിൽക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം. എപ്പോഴും നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നറിയോ? എപ്പോഴും നമ്മൾ വീടിന്റെ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെരുപ്പ് ഇടാട്ടോ. ഒരു കാരണവശാലും നമ്മളെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ചെരുപ്പ് ഇടരുത്. അപ്പൊ നമ്മളെ വീടിന്റെ ദർശനം നോക്കിയിട്ട് വേണം ചെരുപ്പിടാൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. വടക്കോട്ട് ദർശനമുള്ളവർ എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളെ വലത് കൈയിന്റെ ഭാഗത്ത് ഇടുക. വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലത് കൈയിന്റെ ഭാഗത്ത്. അപ്പൊ നമ്മളെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ചെരുപ്പ് വെക്കലുണ്ടാവുക. അപ്പൊ കിഴക്ക് ഭാഗത്ത് വെക്കില്ല. വടക്കോട്ട് ദർശനമുള്ളവർ കയറി വരുമ്പോൾ വലത് കൈയിന്റെ ഭാഗത്ത് ഇടാൻ ശ്രദ്ധിക്കണം. വടക്കോട്ട് ദർശനം ഉണ്ടാവും വീടിന്റെ അല്ലേ. അവര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടത് കൈയിന്റെ ഭാഗത്ത് നമ്മൾ ചെരുപ്പിടാൻ ശ്രദ്ധിക്കുക. കിഴക്കോട്ട് ദർശനമുള്ളവരെ ഇടത് കൈയിന്റെ ഭാഗത്ത് ചെരുപ്പിടാൻ ശ്രദ്ധിക്കുക. പടിഞ്ഞാട്ട് ദർശനമുള്ളവരെ നമ്മളെ പ്രധാന വാതിലിന്റെ ഇടത് ഭാഗത്ത് തന്നെ ചെരുപ്പിടാൻ ശ്രദ്ധിക്കുക. പടിഞ്ഞാട്ട് ദർശനമുള്ളവരെ വീടിന്റെ നമ്മളുടെ ഇടത് കൈയിന്റെ ഭാഗത്ത് ചെരുപ്പിടാൻ ശ്രദ്ധിക്കുക. ഓരോ വീടിന്റെ ദർശനത്തിനും പ്രത്യേകത ഉണ്ട്. അല്ലാതെ നമ്മൾ കണ്ടോടത്തൊന്നും ചെരുപ്പ് ഒരിക്കലും ഇടരുത്. ചെരുപ്പ് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് മക്കളെ. തെക്ക് ദർശനാണെങ്കിൽ നമ്മളെ പ്രധാന വാതിലിന്റെ വലതു ഭാഗത്തായിട്ട് നമ്മൾ ചെരുപ്പിടാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വാസ്തുദോഷം കുറെ കുറയും. ഈ നമ്മളെ ചെരുപ്പ് എപ്പോഴും കാണാൻ ചില വീട്ടിലൊക്കെ മലന്നിടുന്നതിന് പകരം കുട്ടികൾ ഊരി വലിച്ചെറിയുമ്പോൾ കവുന്ന് കിടക്കണം. യാതൊരു കാരണവശാലും ചെരുപ്പ് കമിഴ്ത്തി കിടക്കാൻ പാടില്ല. കമിഴ്ന്നി കടന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആരൊക്കെയാണെങ്കിലും വളരെ ദോഷാണത്. ആരുടെ ചെരുപ്പാണോ കമിഴ്ന്ന് കിടക്കണ ആ ആൾക്ക് വളരെ ദോഷമുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചെരുപ്പ് മാറിയിട്ട് പോരല് പതിവുണ്ടല്ലേ. ഒരു കാരണവശാലും വേറൊരാളുടെ ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അയാളിലത്തെ എല്ലാ നെഗറ്റീവ് എനർജി നമ്മളുടെ തലയിലാവും. അതോടുകൂടി നമുക്ക് ബുദ്ധിമുട്ടാവും. നമുക്ക് പിന്നെ വെച്ചടി കാണാൻ ബുദ്ധിമുട്ട്. അതുപോലെ ചിലവരുണ്ട് കേട്ടോ, മരിച്ചു പോയ ആളുടെ ചെരുപ്പ് പുതിയത് വാങ്ങിയതാണ്, കല്യാണത്തിനാണ്, അത് കളയാൻ പറ്റുമോ പറഞ്ഞിട്ട് ആ വീട്ടിൽ വെക്കും. ചിലവര് അടുത്ത വീട്ടിലെ ആൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കും. വീട്ടിൽ തന്നെ ചെരുപ്പ് കത്തിച്ച് കളയണം കേട്ടോ. മരിച്ച ആളുടെ ചെരുപ്പ് കത്തിച്ച് കളയണം. അടുത്ത വീട്ടിലത്തെ ആൾക്ക് ഒരിക്കലും നമ്മൾ ഇടാൻ കൊടുക്കരുത് കേട്ടോ. ആ മരിച്ചു പോയ ആളുടെ എല്ലാ ദുഃഖവും ദുരിതവും മുഴുവൻ ആ ചെരുപ്പിൽ പേറിയിട്ടുണ്ടാവും. അത് ആരാണോ ഉപയോഗിക്കണം വെച്ചാൽ അവർക്ക് വരും. യാതൊരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. ചെരുപ്പ് ആദ്യം കത്തിച്ച് കളയണം. അതുപോലെ തന്നെ തൊട്ട വീട്ടിലത്തെ പയ്യന് കൊടുക്കാലോ എന്നൊക്കെ നമ്മളെ കരുതും. നല്ല ചെരുപ്പ് ആയിരങ്ങൾ കൊടുത്ത് വാങ്ങി ഇത് കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ കത്തിച്ച് കളയാണ് വേണ്ടത് കേട്ടോ. അപ്പോ ചെരുപ്പ് നമ്മൾ വേറൊരാളിൽ ഇടരുത്. അത് അമ്പലത്തിൽ പോയാലും മാറാതെ എല്ലാവരും ശ്രദ്ധിക്കണം. നെഗറ്റീവ് എനർജിയാണ് മക്കളെ. നല്ലൊരു ചെരുപ്പ് കിട്ടി വിചാരിച്ചാൽ ആരും സമാധാനിക്കരുത് കേട്ടോ. നമ്മൾക്ക് എല്ലാ ദുഃഖവും ദുരിതവും വന്നു ചേരും. അതുപോലെ തന്നെ മക്കളെ, ചെരുപ്പ് നമ്മൾ ഈ അടുക്കളയിലെ ചെരുപ്പ് അകത്തു കൂടെ ഇടുന്നവരാണല്ലോ ഇപ്പൊ എല്ലാവരും. അപ്പൊ നമ്മൾക്ക് ഉണ്ടല്ലോ, കടക്കാൻ സമയത്ത് നമ്മൾ അടുക്കളയിൽ എവിടെ വെച്ചാൽ അവിടെ ഊരിടും. അല്ലെങ്കിൽ പൂജാ റൂമിന്റെ പരിസരത്ത് നമ്മൾ ഊരിടും ഓർമ്മയില്ലാതെ. യാതൊരു കാരണവശാലും നമ്മള് ചെരുപ്പ് പൂജാമുറിയുടെ കാണുന്നിടത്തോ അടുക്കള വാതിലോ വെക്കരുത്. നമ്മൾ ആരും കടക്കാത്തൊരു റൂമിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. നമ്മൾ കിടക്കണ റൂമിലും വെക്കരുത്. കട്ടിലിന്റെ അടിയിലോ നമ്മളെ പരിസരത്തോ കണി കാണും നമ്മൾ ഈ ചെരുപ്പിനെ ആദ്യം. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ എണീറ്റ് കയ്യിലേക്കൊക്കെ നോക്കി പ്രാർത്ഥിച്ച് ഭൂമിയെ തൊട്ട് വണങ്ങി ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ വേണം നമ്മൾ ചെരുപ്പിടാൻ. ബാത്റൂമിലൊക്കെ പോയി വന്നിട്ട് ചെരുപ്പ് ഇട്ടാൽ മതി. എങ്കിലും അത് കണി കാണില്ല നമ്മളെ. മനസ്സിലായില്ലേ? ആ ചെരുപ്പ് ഒരിക്കലും കണി കാണാൻ നന്നല്ല. പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് ചെരുപ്പ് കൂമ്പാരം കൂട്ടി ചില വീട്ടിൽ കിടക്കണ കാണാം. ഒന്നിന് ചിലപ്പോൾ വാറുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് മുറിഞ്ഞിട്ടുണ്ടാവും. എന്തെന്നെ ആയാലും ആരും ആ ചെരുപ്പ് പറ്റേണ്ട ഉപേക്ഷിക്കില്ല. എവിടേക്കെങ്കിലും ഒന്ന് ആ തൊടിയിൽ കൂടെങ്കിലും ഇടാലോ എന്നാ നമ്മൾ കരുതുക അല്ലേ. യാതൊരു കാരണവശാലും നമ്മൾ പൊട്ടിയ ചെരുപ്പ് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ചെരുപ്പ് നമ്മൾ അവിടെയും ഇവിടെയും ചെതറി വെക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾ ചെതറി അങ്ങനെ ഇടാൻ പാടില്ല ചെരുപ്പ്. പോസിറ്റീവ് എനർജിയല്ലേ
വെറും നെഗറ്റീവ് എനർജിയുടെ കൂമ്പാരാണ് നമ്മളെ പഴയ ചെരുപ്പ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ആവശ്യത്തിലധികം നമുക്ക് ഉപയോഗിക്കാനുള്ള ചെരുപ്പ് വാങ്ങുക. പുറത്തേക്ക് ഇടാൻ ഒരു ചെരുപ്പും അകത്തേക്ക് ഇടാൻ ഒരു ചെരുപ്പും പിന്നെ നമുക്ക് തൊടി കൂടാടാൻ ഒരു ചെരുപ്പ് നിങ്ങൾ വെച്ച് ബാക്കിയുള്ളത് നിങ്ങൾ കത്തിച്ച് കളയണം മക്കളെ. നെഗറ്റീവ് എനർജിയുടെ കൂമ്പാരാണ് ഈ ചെരുപ്പ് നമ്മൾ കണി കാണുന്നത് തന്നെ. പിന്നെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, ചിലവർക്ക് സ്ട്രൈറ്റ് നമ്മളുണ്ടല്ലോ മുകളിലേക്ക് കോണി കയറുന്നതിന്റെ അടിഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ കാണാൻ ചെരുപ്പ് കൂമ്പാരം കൂട്ടിയിട്ടിട്ട് പല വീട്ടിലും അല്ലേ. ഒരു കാരണവശാലും അങ്ങനത്തെ ഭാഗത്തൊന്നും നമ്മൾ ചെരുപ്പ് വെക്കരുത്. കാരണം അതൊക്കെ നെഗറ്റീവ് എനർജി, നമ്മളെ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റീവ് എനർജി പോവേ ഇല്ല. അപ്പൊ നമ്മൾ ചെരുപ്പ് നമ്മൾ കൂടുതൽ അധികമൊന്നും അകത്തു കൂടെ ആരും ചെരുപ്പ് ഇടണവരാണെങ്കിലും ആവശ്യത്തിന് അത്രയും അസുഖമുള്ളവർ മാത്രം ചെരുപ്പ് അകത്ത് ഉപയോഗിക്കണവർ രാവിലെ എണീറ്റാൽ കണി കാണാത്ത വിധം എവിടെയെങ്കിലും മാറ്റി വെക്കുക. അതേപോലെ നമ്മളെ ബെഡ്റൂമിലൊന്നും അത് വെക്കരുത്, നെഗറ്റീവ് എനർജി കുമിഞ്ഞുകൂടും. അപ്പൊ നമ്മൾ കിടക്കാത്തൊരു റൂമിൽ എവിടെയെങ്കിലും വെക്കുക, അടുക്കളയിൽ വെക്കരുത്, ഉമ്മർത്ത് പൂജാ റൂമിന്റെ ഒന്നും ഭാഗത്ത് വെക്കരുത്. വടക്ക് കിഴക്ക് മൂലയിൽ യാതൊരു കാരണവശാലും ഈശാന കോണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കുടികൊള്ളുന്ന ഭാഗം തന്നെയാണ് വടക്ക് കിഴക്ക് മൂല. അവിടെയാണ് നമ്മളെ അടുക്കളയൊക്കെ അല്ലേ, അവിടെ നമ്മളുടെ ദേവി സാന്നിധ്യമാണ് നമ്മളെ അടുക്കളയിലെ അന്നപൂർണേശ്വരിയാണ് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ അടുക്കള ഭാഗത്തൊന്നും ചെരുപ്പിടരുത്. പണ്ട് കാരണന്മാരെ അകത്തേക്ക് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ എല്ലാവരും അകത്തു കൂടെ ചെരുപ്പിട്ട് നടക്കും. എങ്കിലും ആരും അവിടെ നിന്ന് ഊരി വെക്കരുത് ഒരു കാരണവശാലും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജിയുടെ കൂമ്പാരാവും, ദാരിദ്ര്യം വിട്ടൊഴിയില്ല. അപ്പൊ ചെരുപ്പ് വെക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ എല്ലാവരും വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജിയാണ് പഴയ ചെരുപ്പുകളൊക്കെ. അപ്പോൾ കുറച്ച് കേട് വന്നാൽ നിങ്ങൾ ഒന്നും കേടരുത്. കീറിയ ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മളെ, അതേപോലെ ആ ഡ്രസ്സ് നമ്മളിട്ടാൽ നമ്മളെ ദേഹത്ത് നെഗറ്റീവ് എനർജി കൂടി. കീറിയ ഡ്രസ്സ് നമ്മൾ അപ്പം ഉപേക്ഷിക്കണം കേട്ടോ, പുതു ഇട്ടാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മളെ ചെരുപ്പും, പൊട്ടിയ ചെരുപ്പ്. അതുപോലെ നമ്മളെ വീട്ടിലുണ്ടല്ലോ പൊട്ടിയ കണ്ണാടി, പൊട്ടിയ ചെരുപ്പ്, ഓടാത്ത വാച്ച്, ഓടാത്ത ക്ലോക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ, നമ്മൾ ഒരു വക്ക് പൊട്ടിയ പാത്രം, ഓട്ടയ പാത്രം, ഇതൊന്നും ഉപേക്ഷിക്കാൻ മടിക്കണവരാണല്ലേ. അതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി. നമ്മളെ വീട്ടില് ദാരിദ്ര്യം വിട്ടൊഴിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കണു. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മയുടെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.